റിലീസ് ചെയ്ത സമയത്ത് തിയേറ്ററിൽ മോശം പ്രതികരണവും തിയേറ്ററിൽ പരാജയവും ഒക്കെയായി മാറിയ ചിത്രമായിരുന്നു അമൽ നീരദ് സംവിധാനം ചെയ്ത ബാച്ചിലർ പാർട്ടി. കലാഭവ മണിയും ആസിഫ് അലിയും ഇന്ദ്രജിത്തും വിനായകനും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ സിനിമയ്ക്ക് ആദ്യ ഷോയ്ക്ക് ശേഷം തന്നെ മോശം റിപ്പോർട്ടായിരുന്നു ലഭിച്ചത്. അന്ന് തിയേറ്ററിൽ വലിയ പരാജയമായി മാറിയ ചിത്രമായിരുന്നു അമൽ നീരദിന്റെ ബാച്ചിലർ പാർട്ടി. പക്ഷേ ഇപ്പോഴിതാ അമൽ നീരദ് അതിന്റെ രണ്ടാം ഭാഗവുമായി വരികയാണ്. ഈ രണ്ടാം ഭാഗം വരുന്ന സമയത്ത് അതിന്റെ താരനിരയിലൊക്കെ വലിയ മാറ്റമുണ്ട്. നെസ്ലനും സൗബിനും ടൊവിനോ തോമസും ഒക്കെയാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഉണ്ടായി. അമൽ നീരദിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും ആരാധക പിന്തുണയുള്ള സംവിധായകനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെതായി വരുന്ന സിനിമകളിലൊന്നും സൂപ്പർ താരങ്ങൾ കാര്യമായി ഭാഗമാവുന്നില്ല. 2 തവണ മമ്മൂക്കയെ നായകനാക്കിയും 1 തവണ മോഹൻലാലിനെ നായകനാക്കിയും അദ്ദേഹം സിനിമകൾ എടുത്തു. മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ അദ്ദേഹം ചെയ്യുന്നു എന്നുള്ള റൂമർ ഈ അടുത്ത കാലത്തൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. മമ്മൂക്കയെ നായകനാക്കി ബിലാലിന്റെ പ്രഖ്യാപനവും മുൻപ് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 5-8 വർഷങ്ങളായി. എന്നാൽ ഇപ്പോഴും ബിലാലിനെ കുറിച്ച് വേറെ അപ്ഡേറ്റ് ഒന്നും തന്നെ ഇല്ല. ബിലാൽ ഒരിക്കൽ സംഭവിക്കുമായിരിക്കും. ഒരു പക്ഷേ മലയാള സിനിമയിൽ യുവാക്കളെയും അതുപോലെ സിനിമാ പ്രേക്ഷകരെയും ഒക്കെ ആദ്യ ദിനം തന്നെ തിയേറ്ററിൽ എത്തിക്കാൻ കഴിവുള്ള സംവിധായകരിൽ ഒരാളാണ് അമൽ നീരദ്. അദ്ദേഹം അവസാനം ചെയ്ത സിനിമ ബൊഗെയിൻവില്ലയായിരുന്നു. ചിത്രം തിയേറ്ററിൽ വിജയിച്ചില്ല. കുഞ്ചാക്കോ ബോബന്റെ മികച്ച പ്രകടനം ഉണ്ടായിരുന്നെങ്കിലും സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള പ്രശംസ ലഭിച്ചിരുന്നില്ല. വലിയ രീതിയിലുള്ള വിമർശനവും ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരും പ്രതീക്ഷിക്കാതെയാണ് പുതിയൊരു ചിത്രവുമായി അമൽ നീരദ് വന്നിരിക്കുന്നത്. അമൽ എന്നെങ്കിലും ഒരിക്കൽ ബിലാൽ ചെയ്യുമെന്നുള്ള വലിയ പ്രതീക്ഷ ആരാധകർക്കെല്ലാം ഉണ്ട്. പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്ക് ഇനിയും കാത്തിരിപ്പ് വേണമെന്ന് തന്നെയാണ് അമൽ നീരദ് പറയുന്നത്. ബാച്ചിലർ പാർട്ടിയുടെ രണ്ടാം ഭാഗം എന്നുള്ള നിലയ്ക്ക് യുവാക്കൾക്കിടയിൽ ഒരു ഹൈപ്പ് ഉണ്ട്. എന്നാൽ ആദ്യ ഭാഗം തീർത്തും പരാജയമായ ഒരു സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് രണ്ടാമതൊരു ഭാഗം എന്നുള്ളത് വലിയ ചോദ്യമാണ്. ബാച്ചിലർ പാർട്ടിയുടെ ഗാനങ്ങളൊക്കെ വലിയ രീതിയിൽ ട്രെൻഡായിരുന്നു. ഇനി വരാനിരിക്കുന്ന രണ്ടാം ഭാഗത്തിലെയും ഗാനങ്ങൾ വലിയ രീതിയിൽ ട്രെൻഡാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല.